ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ട വികസന ഫണ്ടിൻ്റെ ആദ്യ ഗഡുവോ മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ ആദ്യ ഗഡുവോ അനുവദിച്ചിട്ടില്ല. ഇനി ഈ തുക അനുവദിച്ചു കിട്ടിയാൽ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവയുടെ പദ്ധതികൾ അന്തിമമാക്കാൻ കഴിയൂ. അതായത് സ്പില്ലോവർ പദ്ധതികളുണ്ട്. കഴിഞ്ഞ വർഷം പൂർത്തിയാവാത്ത സ്പില്ലോവർ പദ്ധതികൾ കൂടി കൂട്ടിച്ചേർത്ത് പദ്ധതികൾ അന്തിമമാക്കണമെങ്കിൽ ഈ തുക എത്രയാണ് എന്നറിയണം. ജൂലൈ 31 ഉള്ളിൽ DPC അംഗീകാരം, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്, സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ജൂലൈ 31 അംഗീകാരം വാങ്ങണമെങ്കിൽ ഫണ്ട് അലോക്കേഷൻ എത്രയാണെന്നറിയണം, അതിനാവശ്യമായ സോഫ്റ്റ്വെയർ ക്രമീകരണങ്ങൾ നടത്തണം. ഇതൊന്നും ഇപ്പോഴുണ്ടായിട്ടില്ല. അപ്പോൾ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഓണം കഴിഞ്ഞ ശേഷം മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ പദ്ധതികൾ അന്തിമമാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഒരിക്കലുണ്ടായിട്ടില്ലാത്ത തരത്തിൽ സാമ്പത്തിക വർഷത്തെ 6 മാസം നഷ്ടപ്പെടുകയാണ്. പദ്ധതി നിർവഹണത്തിന് 6 മാസമാണ് നഷ്ടപ്പെടുന്നത്. മാർച്ച് 31 കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിച്ചു. ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി. ഇപ്പം 4.5 മാസം പിന്നിട്ടു. ഫണ്ട് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇനി ഈ നടപടിക്രമങ്ങളെല്ലാം ആയി വരുമ്പോഴേക്കും ഓണം കഴിയും. കാരണം ഓഗസ്റ്റ് മാസത്തിൽ വലിയ അവധിയാണ്, ഒരുപാട് ദിവസങ്ങൾ അവധിയായിട്ടും പോകും. 5 or 6 മാസം മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിന്, പദ്ധതികളുടെ നിർവഹണത്തിന് ലഭിക്കുക. LDF സർക്കാരിൻ്റെ കാലത്ത് ആണ് ജനുവരിയിൽ തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണം നടത്തണമെന്ന് തീരുമാനിച്ചതും അത് നടപ്പാക്കിയതും. അതായത് തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണം ജനുവരിയിൽ നടത്തണം. മാർച്ച് 31 DPC അംഗീകാരം വാങ്ങി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കണം. എന്തിനു വേണ്ടിയാണ്? ഏപ്രിൽ 1 സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ പദ്ധതി നിർവഹണം തുടങ്ങാൻ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 12 മാസം ഒരു സാമ്പത്തിക വർഷം പൂർണ്ണമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടും. പദ്ധതികൾ കാര്യക്ഷമമായിട്ട് നിർവഹിക്കാൻ പറ്റും. ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ പറ്റും. അത് LDF സർക്കാരിൻ്റെ കാലത്ത് കൃത്യമായിട്ട് നടന്നു വരികയായിരുന്നു. വലിയ സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചപ്പോഴും കേരളത്തിനുള്ള നികുതി വിഹിതം ഉൾപ്പെടെ വെട്ടിച്ചുരുക്കിയപ്പോഴും ഒന്നും ആ സാമ്പത്തിക ഞെരുക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽ LDF ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചിരുന്നില്ല. കേന്ദ്രം സംസ്ഥാന സർക്കാരിന് മേൽ അന്ന് അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിച്ചുരുക്കി പരിഹരിക്കാനുള്ള ശ്രമമല്ല നടത്തിയത്. വെട്ടിച്ചുരുക്കിയില്ല എന്ന് മാത്രമല്ല, ഓരോ വർഷവും 0.5% വീതം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത്, പഴയ UDF സർക്കാരിൻ്റെ കാലത്ത് 2010-11 തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് പദ്ധതി അടങ്കലിൻ്റെ 20.45% LDF സർക്കാർ പടിപടിയായി വർദ്ധിപ്പിച്ച് 0.5% വീതം വർദ്ധിപ്പിക്കണം എന്നത് 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയായിരുന്നു. അത് അംഗീകരിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പോൾ 28.50% ഉയർത്തി. എന്നാൽ ഈ UDF ഗവൺമെൻറ് ആദ്യ ബജറ്റിൽ, ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി തന്നെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബജറ്റിൽ ചെയ്തത് 1533.5 കോടി രൂപ വെട്ടിക്കുറയ്ക്കലാണ്. അതായത് LDFിലെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ നീക്കിവെച്ചതിനേക്കാൾ 1533.5 കോടി രൂപ ജൂൺ മാസം 19-ാം തീയതി അവതരിപ്പിച്ച ബജറ്റിൽ ശ്രീ VD സതീശൻ വെട്ടിക്കുറച്ചു. തുക വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല, ആദ്യ ഗഡു ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് വളരെ ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബോധപൂർവമാണ് ഇത് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് പണം കൊടുക്കേണ്ടത്, ധനകാര്യ വകുപ്പ്. ബോധപൂർവം മുഖ്യമന്ത്രി പണം കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താ കാരണം?
1533 കോടി വെട്ടിക്കുറച്ചു. ഇനി പദ്ധതി വിനിയോഗത്തിന് 6 മാസം മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞാൽ അനുവദിച്ച ഫണ്ട് പോലും ചെലവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയാതെ വരും. അപ്പോൾ സർക്കാരിന്, ധനകാര്യ വകുപ്പിന് വലിയ തോതിൽ ഇതിൽ നിന്ന് ലാഭിക്കാം, പണം കൊടുക്കാതിരിക്കാം. അതിനു വേണ്ടിയിട്ടാണ്. കാരണം 6 മാസം കൊണ്ട് എങ്ങനെയാണ് ഒരു കൊല്ലത്ത് പദ്ധതി നിർവഹണം നടത്തുക? അത് ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ 2 ധനകാര്യ കമ്മീഷനുകളുടെ ആദ്യ വർഷമാണിത്. ഒന്ന് 16ാം സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പാക്കേണ്ട ആദ്യത്തെ വർഷമാണിത്. അതുപോലെ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെയും ശുപാർശകൾ നടപ്പാക്കേണ്ട ആദ്യത്തെ വർഷ. ഒരു വലിയ പ്രശ്നം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ വന്നപ്പോൾ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്കൊക്കെയുള്ള വിഹിതം ഗണ്യമായി വെട്ടിച്ചുരുക്കുകയും പകരം മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുള്ളത് വലിയ തോതിൽ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. വലിയ അസന്തുലിതാവസ്ഥ വരും. അപ്പം അത് കണക്കിലെടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഒരു സപ്ലിമെൻ്ററി റിപ്പോർട്ട് കൊടുത്തു. ജൂൺ 2-ാം തീയതി കൊടുത്തതാണ്. ആ സപ്ലിമെൻ്ററി റിപ്പോർട്ട് അസംബ്ലിയുടെ മേശപ്പുറത്ത് വെക്കേണ്ടതാണ്. അസംബ്ലി സമ്മേളനം കഴിഞ്ഞു, ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അസംബ്ലിയുടെ മേശപ്പുറത്ത് വെച്ചില്ല ആ സപ്ലിമെൻ്ററി റിപ്പോർട്ട്. കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. തദ്ദേശ വകുപ്പും മുഖ്യമന്ത്രിയും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അസംബ്ലി സമ്മേളനം എപ്പോഴാണ് ചേരുക? ഇനി അസംബ്ലി സമ്മേളനം ചേരുന്നത് ഒക്ടോബർ മാസത്തിലോ മറ്റോ ആയിരിക്കും. അപ്പം അസംബ്ലിയുടെ മേശപ്പുറത്ത് വെച്ച് സപ്ലിമെൻ്ററി റിപ്പോർട്ട് വെക്കേണ്ടതിന് പകരം അതിന് വേണ്ടത്ര സാവകാശമുണ്ടായിട്ടും അത് വെച്ചില്ല. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വരുത്തിയ ക്രമീകരണം, മറ്റത് അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വരുത്തിയ ക്രമീകരണ പ്രകാരമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല. നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? ധനകാര്യ വകുപ്പാണ്. മുഖ്യമന്ത്രി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ധനകാര്യ വകുപ്പ്. അതിൽ ഇടപെടേണ്ടത് ആരാണ്? തദ്ദേശ വകുപ്പാണ്. ലീഗിൻ്റെ മന്ത്രിയാണ് തദ്ദേശ വകുപ്പിൻ്റെ മന്ത്രി.